ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ മറുപടി നൽകാനൊരുങ്ങി കേന്ദ്രം. നിരപരാധികളായി 26 കുടുംബങ്ങളിലെ പുരുഷ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ക്രൂരതയോട് കടുത്ത നടപടികളിലൂടെയാണ് മറുപടി. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനം നിർത്തിയേക്കും. ഒപ്പം സിന്ധു നദീജല കരാർ റദ്ദാക്കിയേക്കുമെന്നും റിപ്പോർട്ടുകൾ. പഹൽഗാമിൽ 26 നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരരുടെ ചിത്രം പുറത്തുവിട്ട അന്വേഷണ സംഘം 4 ഭീകരരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത്. പ്രതികളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ വിവരം അറിയിക്കണമെന്നാണ് അന്വേഷണ സംഘം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. 2 പ്രദേശവാസികളടക്കം 6 ഭീകരരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത് എന്നാണ് വിവരം. കൂട്ടക്കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട തീവ്രവാദികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പഹൽഗാം, ബൈസരൺ, അനന്ത്നാഗ് എന്നീ മേഖലകളിൽ കർശന പരിശോധന നടക്കുകയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ അഴിച്ചുവിട്ട ആക്രമണത്തെ അപലപിച്ച് സുപ്രീംകോടതി. ഫുൾ കോർട്ട് യോഗം വിളിച്ച് സുപ്രീംകോടതി പ്രമേയം പാസാക്കി. നീചവും മനുഷ്യത്വരഹിതവുമായ ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് സുപ്രീംകോടതി പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. ഡോക്ടർ എ ജയതിലക് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയാകും. 1991 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. 2026 ജൂൺ വരെയാണ് അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി. നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ സർവീസ് കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ജയതിലകിന്റെ നിയമനം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായി വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും കൊലപാതകത്തിന് കാരണം മുൻവൈരാഗ്യമെന്ന് പോലീസ്. കേസിൽ അറസ്റ്റിലായ അസം സ്വദേശി അമിത്തിന്റെ സഹോദരന്റെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊലപാതകത്തിൽ പ്രതി അമിത്തിന് മാത്രമാണ് നേരിട്ട് പങ്കുള്ളത്. എന്നാൽ പ്രതി മാളയിലേക്ക് പോയത് സഹോദരൻ അവിടെ ഉള്ളതുകൊണ്ട് പ്രതിക്ക് പുറമെ മറ്റ് 3 പേരെയും പോലീസ് കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. പ്രതിയുടെ സഹോദരനും മറ്റ് 2 സ്ത്രീകളുമാണ് ഇവർ. പണം വാങ്ങി ജാമ്യത്തിൽ ഇറക്കുന്നവരാണ് ഈ സ്ത്രീകളെന്ന് പോലീസ് പറയുന്നു. മുന്നണി പ്രവേശനം സംബന്ധിച്ച് UDF-ൽ ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് PV അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF ഏത് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാലും പിന്തുണയ്ക്കും. ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിൽ UDF മണ്ഡലത്തിൽ വിജയിക്കുമെന്നും PV അൻവർ പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. നാളെ രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. ഹീനമായ പ്രവൃത്തി ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. നടന്നത് ക്രൂരമായ കൃത്യമാണെന്നും ആക്രമണത്തെ ന്യായീകരിക്കാനാവില്ലെന്നും പുടിനും അറിയിച്ചു. തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിൽ ഇന്ത്യക്കൊപ്പമുണ്ടാകുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. പ്രവാസികൾക്ക് ആശ്വാസമായി ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലേക്ക് സർവീസുമായി ഇൻഡിഗോ എയർലൈൻസ്. മറ്റ് വിമാന കമ്പനികൾ സർവീസുകൾ വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ താൽക്കാലിക ആശ്വാസമാവുകയാണ് ഇൻഡിഗോയുടെ സർവീസ്.